ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെല്ലാവരും റോഡിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. ചിലർ വാഹനമോടിക്കുന്നവരും മറ്റുള്ളവർ കൂടെ യാത്ര ചെയ്യുന്നവരുമായിരിക്കും. അപ്പോൾ റോഡിൻ്റെ വശങ്ങളിൽ ട്രാഫിക് സിഗ്നലുകൾ വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് എന്തിനാണ്? ഒരു മുന്നറിയിപ്പ് തരാനാണ്, അല്ലേ? മുൻപിൽ പാലമുണ്ട്, അല്ലെങ്കിൽ ബമ്പുണ്ട്, അല്ലെങ്കിൽ വളവുണ്ട്, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ പാർക്ക് ചെയ്യരുത് എന്നൊക്കെ. ഈ സിഗ്നലുകൾ അവഗണിച്ചാൽ എന്ത് സംഭവിക്കും? അശ്രദ്ധ വലിയ അപകടത്തിനിടയാക്കും. അതുപോലെ തന്നെ ചുവപ്പ്, പച്ച, മഞ്ഞ ലൈറ്റുകളും. ഇവ മനസ്സിലാക്കി അനുസരിച്ചാൽ യാത്ര സുരക്ഷിതമായിരിക്കും. ഇതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ. ദൈവം വചനത്തിലൂടെ നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മുടെ നന്മയ്ക്കും രക്ഷയ്ക്കുമായിട്ടാണ്. അവ അനുസരിച്ചാൽ സമാധാനവും സന്തോഷവും നമുക്കുണ്ടാകും. അല്ലെങ്കിൽ ലോത്ത് എന്ന അയാൾക്കും കുടുംബത്തിനും സംഭവിച്ചതുപോലെ നാശത്തിനിടയാക്കും. ദൈവാലോചന വളരെ ഗൗരവമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. തെറ്റുകൾ തിരുത്തപ്പെടണം. വചനം അനുസരിക്കുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മെയും സ്നേഹിക്കും. രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവർ പിന്മാറിപ്പോയാൽ അവർക്ക് വലിയ നാശം ഭവിക്കും എന്ന് ലോത്തിനെ പറ്റിയുള്ള ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ലോത്തിനെയും എബ്രഹാമിനെയും കുറിച്ചാണ്. ലോത്ത്. വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 13, 14, 18, 19 എന്നീ അധ്യായങ്ങൾ ശ്രദ്ധിക്കുക. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ എബ്രഹാം പുറപ്പെട്ടു. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് എബ്രഹാം പിതാവായ തേരഹിനോടും ഭാര്യ സാറയോടും സഹോദരപുത്രനായ ലോത്തിനോടും കൂടി സർവസമ്പത്തുമായി പുറപ്പെട്ട് ഹാരാനിൽ എത്തി. അവിടെ വെച്ച് എബ്രഹാമിൻ്റെ പിതാവ് തേരഹ് മരിച്ചു. അനന്തരം വീണ്ടും യാത്ര ചെയ്ത് കനാനിൽ എത്തി. കനാനിൽ കഠിനമായ ക്ഷാമം ഉണ്ടായി. അപ്പോൾ അബ്രഹാം മിസ്രൈമിൽ ചെന്ന് താമസിക്കാൻ അവിടേക്ക് പോയി. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായിക്കും മധ്യേ ആദ്യമായി കൂടാരം ഉണ്ടായിരുന്നതും യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും
ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ കഴിഞ്ഞില്ല. ഇരുവിഭാഗക്കാരുടെയും കന്നുകാലികളുടെ ഇടയന്മാർ തമ്മിലും പിണക്കം ഉണ്ടായി. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് പറഞ്ഞത്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകാതിരിക്കാൻ എന്നെ വിട്ട് പിരിഞ്ഞ് നീ ഇടത്തോട്ട് എങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ട് എങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം. യോർദാന് അരികെയുള്ള പ്രദേശം നീരോട്ടമുള്ളതെന്ന് കണ്ട് ലോത്ത് ആ പ്രദേശം തിരഞ്ഞെടുത്തു. ലോത്ത് ലോകത്തെയും സ്വാർത്ഥതയെയും ചിന്തിച്ച് ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശം തന്നെ സ്വീകരിച്ചു. ലോത്ത് എബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ എബ്രഹാമിനോട് അരുളിച്ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. അപ്പോൾ എബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു താമസിച്ചു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠമുണ്ടാക്കി. ഈ സമയം ലോത്തും ഭാര്യയും മക്കളുമായി യോർദാൻ നദീതീരത്തെത്തി കൂടാരം അടിച്ചു താമസിച്ചു. അത് ഫലഭൂഷ്ടിയുള്ള നല്ല പ്രദേശം ആയിരുന്നു എങ്കിലും അവിടുത്തെ ജനങ്ങൾ ദുഷ്ടന്മാരും മഹാപാപികളുമായിരുന്നു. അവർ അവരുടെ നീതിപ്രകാരമാണ് ജീവിച്ചത്. ദൈവവിശ്വാസത്തിൽ നിന്ന് അവർ അകന്നുപോയി. സോദോമിലും ഗൊമോറയിലും ഉള്ള ശത്രുസൈന്യം ലോത്തിനെയും കുടുംബത്തെയും പിടിച്ചുകൊണ്ടുപോയി എന്നറിഞ്ഞ് അബ്രഹാം ഉടൻ തന്നെ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ ദാസന്മാരായ 318 പേരെ കൂട്ടിക്കൊണ്ടുപോയി ലോത്തിനെ കൊണ്ടുപോയവരെ പിന്തുടർന്നു. ശേഷം ശത്രുസൈന്യത്തെ പരാജയപ്പെടുത്തി ലോത്തിന് കുടുംബത്തെയും സമ്പത്തിനെയും മടക്കിക്കൊടുത്തു. സോദോം രാജാവ് രാജാതാഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റ് ചെന്നു. ശാലേം രാജാവായ മൽക്കീസദേക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. മൽക്കീസദേക്ക് എബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു കൊടുത്തു. ശാലേം രാജാവ് എബ്രഹാമിനെ അനുഗ്രഹിച്ചു പറഞ്ഞതെന്തെന്നാൽ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ എബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. മൽക്കീസദേക്കിന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. സോദോം രാജാവ് എബ്രഹാമിനോട് പറഞ്ഞത്, ആളുകളെ എനിക്ക് തരിക, എനിക്കുള്ള സമ്പത്ത് എടുത്തുകൊള്ളുക. അതിന് അബ്രഹാം മറുപടി പറഞ്ഞത്, എബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ നിന്നും ഒന്നും ഞാൻ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആശേർ, എഷ്കോൽ, മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും
മാത്രമേ വേണ്ടൂ. ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. എബ്രഹാമിൻ്റെ അവസരോചിതമായ പ്രവർത്തനം ലഭിച്ചില്ലായിരുന്നെങ്കിൽ ലോത്ത് കൊല്ലപ്പെടുമായിരുന്നു. ലോത്തിന് ഈ വിടുതലിൽ സന്തോഷമുണ്ടായി. എബ്രഹാമിനോട് വളരെ നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ടായി. എന്നാൽ തൻ്റെ ചിന്തയിലും ജീവിതത്തിലും വ്യത്യാസം ഒന്നും ഉണ്ടായില്ല. ലോത്തിൻ്റെ മനസ്സിൽ അബ്രഹാമിൻ്റെ സാന്നിധ്യത്തെക്കാൾ സോതോമിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. യഹോവ എബ്രഹാമിന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. 3 ദൂതന്മാർ എബ്രഹാമിനെ സന്ദർശിച്ചു. എബ്രഹാം അവരെ സൽക്കരിച്ചു, ഭക്ഷണം നൽകി ആദരിച്ചു. 1 ആണ്ട് കഴിഞ്ഞ് ഞാൻ നിൻ്റെ അടുക്കൽ വരുമ്പോൾ സാറായ്ക്ക് ഒരു മകൻ ജനിക്കും എന്ന് അരുളി ചെയ്തു. സോതോമിൻ്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവും ആകൊണ്ട് ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്നും അരുളി ചെയ്തു. സോതോമിനെയും അവരുടെ സമീപ പട്ടണങ്ങളെയും അവരുടെ പാപങ്ങൾ നിമിത്തം നശിപ്പിക്കുവാൻ പോകുന്ന വിവരം ദൈവം എബ്രഹാമിനെ അറിയിച്ചു. എബ്രഹാമിനോടുള്ള സ്നേഹം നിമിത്തം ദൈവം ലോത്തിനോട് കരുണ കാണിപ്പാൻ തീരുമാനിച്ചു. അവിടേക്ക് 2 ദൂതന്മാരെ അയച്ചു. ദൂതന്മാരെ ആദരിച്ച് സൽക്കരിച്ചു സ്വീകരിച്ചു. ദുഷ്ടന്മാരായ സോതോം നിവാസികൾ രാത്രിയിൽ ലോത്തിൻ്റെ വീട്ടിൽ എത്തിയ അതിഥികളെ ഉപദ്രവിക്കാൻ തയ്യാറായി വന്ന് വീട് വളഞ്ഞു. ദൂതന്മാർ ഈ അക്രമികൾക്ക് അന്ധത വരുത്തി, അല്ലെങ്കിൽ അവർ വലിയ നാശം ചെയ്യുമായിരുന്നു. ഉടൻ തന്നെ ദൂതന്മാർ സോതോമിന് വരാൻ പോകുന്ന ന്യായവിധി ലോത്തിനെ അറിയിച്ചു. എന്നാൽ ലോത്തിൻ്റെ മക്കൾ അത് വിശ്വസിച്ചില്ല. അവർ അത് കളിവാക്ക് പറയുന്നതായി കരുതി. ദൂതന്മാർ നേരം പുലരുന്നതിന് മുമ്പേ ലോത്തിനെയും കുടുംബത്തെയും അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നതിനായി നിർബന്ധിച്ചു. എന്നാൽ അവർക്ക് ഉള്ളതിനെ എല്ലാം വിട്ടു പോകാൻ മനസ്സില്ലാതിരുന്നതിനാൽ അവരെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുപോയി ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുവാൻ പറഞ്ഞു. പുറകോട്ട് നോക്കരുത്, ഇവിടെയെങ്ങും നിൽക്കരുത് എന്നും നിർദ്ദേശിച്ചു. അവരെ പറഞ്ഞയച്ചു. ഉടനെ ആകാശത്തു നിന്നും തീയും ഗന്ധകവും ഇറങ്ങി സോതോം മുഴുവൻ അഗ്നിക്ക് ഇരയായി. ലോത്തിനുണ്ടായിരുന്ന സകല സമ്പത്തും നഷ്ടമായി. തീയും പുകയും ആകാശത്തേക്ക് പുകത്തൂണുപോലെ ഉയർന്നു. എന്നാൽ ലോത്തിൻ്റെ ഭാര്യ സോതോമിനോടുള്ള സ്നേഹം നിമിത്തം വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കി. അങ്ങനെ ദൈവകൽപ്പനയെ ലംഘിച്ചു. ഉടൻ തന്നെ അവൾ ഒരു ഉപ്പുപ്രതയുമായി തീർന്നു. അങ്ങനെ ലോത്തിന് ഭാര്യയും സകല സമ്പത്തും നഷ്ടപ്പെട്ടു. ലോത്തിനും കുടുംബത്തിനും സംഭവിച്ചതെന്തെന്ന് കൂട്ടുകാർക്കെല്ലാം മനസ്സിലായി കാണും. ദൈവശിക്ഷയ്ക്ക് പാത്രമായി മുന്നറിയിപ്പുകളെ നിരാകരിച്ച് ലോകത്തിലേക്കും സ്വാർത്ഥതയിലേക്കും ഇറങ്ങി പിന്മാറ്റത്തിൽ ആയ ലോത്ത് ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടത് നമുക്കും ഒരു മുന്നറിയിപ്പാണ്. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ നിരാകരിച്ചാൽ ദൈവം തൻ്റെ ശിക്ഷയുടെ വാളിന് മൂർച്ച കൂട്ടും, തീർച്ച. നാം ഒരിക്കലും ദൈവ മുന്നറിയിപ്പുകളെ നിരാകരിക്കരുത്. സോതോമ്യരുടെ പാപങ്ങൾക്കും ദോഷത്തിനും അതിരില്ലാത്തതായിരുന്നതിനാൽ അവരോട് വേർപെട്ട് ജീവിക്കേണ്ടവനായിരുന്ന ലോത്ത് അതിന് തയ്യാറാകാത്തതിന് ദൈവ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ദൈവാലോചന സ്വീകരിക്കാത്തവരെ, അതായത് പിന്മാറ്റക്കാരെ ദൈവം ശിക്ഷിക്കും എന്ന് ഈ സംഭവത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ ബൈബിൾ വാക്യം
എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 39-ാം വാക്യം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ സകലവിധ ദോഷങ്ങളിൽ നിന്നും വിടുവിക്കണമേ കർത്താവേ. അങ്ങയുടെ തണലിൽ ഭദ്രമായി കാക്കണമേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ.